പാകിസ്ഥാനെതിരെ പ്രക്ഷോഭം ആരംഭിച്ച ജനങ്ങൾ വടക്കൻ മേഖലയിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലാണ് പാകിസ്ഥാനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാനിലുണ്ടായിരിക്കുന്ന ആഭ്യന്തര അരക്ഷിതാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമായും ഝലൻ നദിയിലുണ്ടായ വെള്ളപ്പൊക്കവും അതിനെ തുടർന്നുണ്ടായ ജനങ്ങളുടെ ബുദ്ധിമുട്ടുമാണ് ഈ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതായത് ഇന്ത്യക്കെതിരെയും ഈ പ്രക്ഷോഭങ്ങൾ വഴിതിരിച്ചു വിടാനും അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാനുമായിട്ട് പാകിസ്ഥാനിലെ സർക്കാർ ശ്രമിക്കുന്നതായും പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ശരി തന്നെ പാകിസ്ഥാനിൽ ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. നിലവിൽ ഇന്ത്യയുമായി സംഘർഷത്തിനൊരുങ്ങുന്ന പാകിസ്ഥാന് ഇത് വലിയ തിരിച്ചടിയാകും. പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ എന്തുകൊണ്ടും ഇന്ത്യയുമായുള്ള ഒരു പ്രശ്നത്തിലേക്ക് കിടക്കുകയാണെങ്കിലോ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ആക്രമണം നേരിടാനോ പ്രാപ്തമല്ല എന്നുള്ള അവസ്ഥയിലിരിക്കെ ജനങ്ങൾ കൂടി പാകിസ്ഥാനെതിരെ നിൽക്കുന്നത് പാകിസ്ഥാന്റെ നിലവിലെ പ്രതിരോധ വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ ദോഷം ചെയ്യും. കാരണം ഒരു പ്രക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രക്ഷോഭത്തിലേക്ക് സൈന്യത്തിനും സുരക്ഷാ സംവിധാനങ്ങളുടെയും ശ്രദ്ധ പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിർത്തി മേഖലയിലേക്ക് സൈന്യത്തിന് കൂടുതൽ കേന്ദ്രീകരിക്കാനാവാതെ വരും. അങ്ങനെ വന്നാൽ അതിർത്തി മേഖലയിൽ ഇന്ത്യ പെട്ടെന്നൊരു മിന്നലാക്രമണം നടത്തിയാൽ അതിനെ ചെറുത്തു തീർക്കാനും ആവില്ല. അതേസമയം തന്നെ നിരവധിയായിട്ടുള്ള ഭീകര താവളങ്ങളിൽ നിന്ന് അവരുടെ ഭീകര പ്രവർത്തകരെയും നുഴഞ്ഞുകയറ്റക്കാരെയും എല്ലാം തന്നെ പിൻവലിച്ചതായും മറ്റ് മേഖലകളിലേക്ക് മാറ്റി താമസിപ്പിച്ചതായും ഒക്കെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയുടെ സുരക്ഷ മുഖ്യമായും നോർത്തേൺ ഫോഴ്സ് കമാൻഡിൻ്റെ ഏരിയയിലാണ്. നോർത്തേൺ ഫോഴ്സ് കമാൻഡ് ഏരിയയുടെ അണ്ടറിലാണ് ഇത് വരുന്നത്. 1971 യുദ്ധത്തിന് ശേഷം തുർത്ത് മേഖലയുടെ പ്രദേശവും ഈ കമാൻഡിൻ്റെ കീഴിലേക്കാണ് പാക് സൈന്യം നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ നിയന്ത്രണം മുമ്പ് യുദ്ധത്തിനിടെ നഷ്ടമായിരുന്നു. അതിനാലാണ് ഇത്തരത്തിൽ ഒരു പ്രത്യേക ഫോഴ്സ് കമാൻഡ് നോർത്തേൺ ഏരിയയെ രൂപീകരിച്ച്, അതായത് FCNA എന്ന് പറയുന്ന വിഭാഗത്തെ രൂപീകരിച്ച് ചുമതല നൽകിയിരിക്കുന്നത്. ഇവിടെ ലഫ്റ്റനന്റ് ജനറലാണ് ഇവിടുത്തെ സുരക്ഷാ ചുമതലയുള്ളത്. 1999 പോരാട്ടം നടന്ന കാർഗിലിന് അഭിമുഖമായ പാക് പ്രദേശവും ഈ കമാൻഡിൻ്റെ ചുമതലയിലാണ്. അതായത് പാകിസ്ഥാന് ഏറെ നിർണായകമായ ഒരു പ്രദേശമാണിത്. ഏത് നിമിഷവും ഇന്ത്യ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമോ എന്ന ഭയം കൊണ്ട് വലിയ സുരക്ഷയിലും സംരക്ഷയിലുമാണ് പാകിസ്ഥാൻ ഈ പ്രദേശത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ശരി തന്നെ ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾ ഏത് തരത്തിലാകുമെന്ന് പാകിസ്ഥാന് ഒരിക്കലും പ്രതീക്ഷിക്കാനോ അത് മുൻകൂട്ടി കാണാനോ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് നിലവിൽ. അതിനാൽ തന്നെ പാകിസ്ഥാൻ നിരന്തരമായി പ്രകോപനങ്ങൾ അതിർത്തിയിൽ സൃഷ്ടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈന്യത്തിൻ്റെ നീക്കം ഏതവസ്ഥയിലാണ് എന്നുള്ളത് അനുമാനിക്കാനാകുമെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. എന്തായാലും 2016 ഉറി ആക്രമണത്തിന് ശേഷം ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ മിന്നലാക്രമണത്തിലൂടെ നൽകിയത്. ഇതിന് പിന്നാലെ 2019 ബലാക്കോട്ട് ആക്രമണം നടത്തിയും ഇന്ത്യ പാകിസ്ഥാനെ ഞെട്ടിച്ചിരുന്നു. ഇനി എന്ത് മാർഗം സ്വീകരിക്കും? കരയാക്രമണവും വ്യോമാക്രമണവും നടത്തി ഇന്ത്യ കടലാക്രമണം നടത്തുമോ എന്നുള്ള ഭയത്തിലാണ് പാകിസ്ഥാൻ. നിലവിൽ യുദ്ധമേഖലയായിട്ടുള്ള ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ യുദ്ധമേഖലയാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ സൈന്യത്തെ വിന്യസിക്കുകയും നിരന്തരമായി പ്രകോപനം സൃഷ്ടിക്കുകയും പാകിസ്ഥാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കറാച്ചി കേന്ദ്രീകരിച്ച് വലിയ മിസൈലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും അവർക്ക് അവിടെ നിന്ന് മിസൈൽ തൊടുക്കാം എന്നുള്ള ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ ഈ സൈനിക വൃത്തങ്ങളുമായിട്ട് ചേർന്ന് നടത്തിയ കൂടിയാലോചനയുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ മിസൈലുകൾ കറാച്ചിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തുർക്കിയിൽ നിന്ന് എത്തിച്ച മിസൈലുകളെല്ലാം തന്നെ ഈ മേഖലയിൽ വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇന്ത്യ വലിയ രീതിയിലുള്ള നാവികാഭ്യാസം അറബിക്കടലിൽ നടത്തുന്നുണ്ട്. ഇതിന് തിരിച്ചടിയായി പാകിസ്ഥാനും ചില സൈനിക അഭ്യാസങ്ങൾ അല്ലെങ്കിൽ നേവൽ എക്സസൈസുകൾ നടത്തുന്നുണ്ടെങ്കിലും മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയോട് കിടപിടിച്ച് നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനം അവർക്ക് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏക നിർണായകമായ കാര്യം. അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ മുൻ പ്രധാനമന്ത്രിയും സഹോദരനുമായ നവാസ് ഷെരീഫ് കണ്ടിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ തന്നെ ഉണ്ടായ ചില വിശദാംശങ്ങളും വാർത്തകളോടൊപ്പം പുറത്തു വരുന്നുണ്ട്. അതായത് നിലവിൽ ഇന്ത്യയോട് ഒരു പ്രകോപനത്തിന് മുതിർന്നാൽ ഇന്ത്യക്കെതിരെ വലിയ കടുത്ത നടപടിയിലേക്ക് പാകിസ്ഥാൻ കടന്നാൽ അത് ബുദ്ധിശൂന്യതയാകുമെന്നാണ് ഷെഹബാസ് ഷെരീഫിനെ ഉപദേശിച്ചിരിക്കുന്നത്. 3 തവണ പ്രധാനമന്ത്രിയായ ആളാണ് നവാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്
നിങ്ങൾക്ക്, അതായത് പാകിസ്ഥാൻ ഏറ്റവും നല്ലത് നയതന്ത്ര ബന്ധങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെ ഇന്ത്യയുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നേരിട്ടൊരു ആക്രമണമോ ഒരു കടുത്ത നടപടിയോ ഉണ്ടാവുകയാണെങ്കിൽ അതൊട്ടും പാകിസ്ഥാന് ശുഭകരമാകില്ല എന്നുള്ള ഒരു ഉപദേശമാണ് സഹോദരൻ നവാസ് ഷെരീഫ് കൊടുത്തത്. കാരണം ഇന്ത്യയുടെ സൈനിക ശേഷിയെപ്പറ്റി നവാസ് ഷെരീഫിന് വലിയ ബോധ്യമുണ്ട്. കാരണം ഏതെങ്കിലും അവസ്ഥയിൽ ഇന്ത്യയോട് ഏറ്റുമുട്ടിയാൽ അത് വലിയ നഷ്ടങ്ങൾക്ക് വഴിവെക്കും എന്ന കണക്കുകൂട്ടലാണ് ഇതിന് പിന്നിൽ ഉള്ളത്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഉണ്ടായിട്ടുള്ള എല്ലാ സൈനിക നടപടിയും പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന തീവ്രവാദ കേന്ദ്രങ്ങൾ തകർക്കുമ്പോൾ അവർക്ക് മിണ്ടാൻ കഴിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ട്, ഇല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് പാകിസ്ഥാന് പറയേണ്ടി വരും. ഇത്തരത്തിൽ ഇന്ത്യ ആക്രമണം നടത്തി, ഈ ആക്രമണം നടത്തിയത് ഞങ്ങളുടെ ആൾക്കാരെ കൊന്നിരിക്കുന്നു എന്ന് പാകിസ്ഥാൻ പറഞ്ഞാൽ ആ ആൾക്കാർ പാകിസ്ഥാൻ്റെ സംരക്ഷണയിലാണുള്ളത് എന്നുള്ളത് ലോകത്തിന് ബോധ്യമാകും. അതുകൊണ്ട് തന്നെ ബലാക്കോട്ട് അടക്കമുള്ള ഭീകരാക്രമണങ്ങൾ, ബലാക്കോട്ട് അടക്കമുള്ള പ്രത്യാക്രമണങ്ങൾ ഇന്ത്യ നടത്തുമ്പോൾ പാകിസ്ഥാന് വെളിയിൽ അത് മിണ്ടാനാവാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ പാകിസ്ഥാനിലെ ഭീകര ഔട്ട് പോസ്റ്റുകൾക്ക്, ഹൈഡ് ഔട്ടുകൾക്കെല്ലാം പാകിസ്ഥാൻ്റെ സംരക്ഷണയുണ്ട്, അവരുടെ സൈനിക സംവിധാനങ്ങളുടെ സഹായമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ തുടരുന്നത് കൊണ്ട് തന്നെ ഭീകരപ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളത് ലോകത്തിന് മുൻപിൽ വെളിവാക്കപ്പെടും എന്ന് പാകിസ്ഥാന് വലിയ ഭയമുണ്ട്. ഇപ്പോൾ തന്നെ നിലവിൽ കാശ്മീരിലെ പഹൽഗാമിൽ നടത്തിയ ആക്രമണം പാകിസ്ഥാൻ അപലപിച്ചുവെങ്കിലും പാകിസ്ഥാൻ പറയുന്നത് ഇത് പാകിസ്ഥാന് പങ്കില്ല എന്നാണ്. ലഷ്കർ ഇ തോയ്ബ അടക്കമുള്ള സംഘടനകളെ പാകിസ്ഥാനിൽ നിന്ന് ഉന്മൂലനം ചെയ്തുവെന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ധാരണ ഇന്ത്യക്ക് ഇക്കാര്യത്തിലുണ്ട്. അതായത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന കാശ്മീരിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നതും അതിനെ ഒരു ഉപഘടകമായി കണക്കാക്കുന്നതും ലഷ്കർ ഇ തോയ്ബയാണ്. അവർ പാകിസ്ഥാന് സഹായം ചെയ്യുന്നതിനും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നതിനുമായി ഈ സംഘടനയ്ക്ക് ആയുധവും പണവും എല്ലാം നൽകുന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട്. ഇതിന് നേതൃത്വം നൽകിയ കസൂരി അടക്കമുള്ള തീവ്രവാദികളുടെ പൂർണ്ണ വിവരങ്ങളും ഇന്ത്യയുടെ പക്കലുണ്ട് എന്നുള്ളത് പാകിസ്ഥാന് വലിയ ആരോപണങ്ങൾ പാകിസ്ഥാൻ നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു കടുത്ത നടപടിക്ക് പാകിസ്ഥാൻ മുതിർന്നാൽ തിരിച്ചടി അതിരൂക്ഷമാകും എന്നതിനാൽ പാകിസ്ഥാന് ഭയമുണ്ട്. ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പാകിസ്ഥാൻ വളരെ ജാഗരൂകരായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രക്ഷോഭങ്ങളിൽ പാകിസ്ഥാൻ അസ്വസ്ഥമാകുന്നതും. ഇനി ഒരു ആക്രമണം ഒരു പ്രകോപനം ഇന്ത്യക്ക് നേരെ ഉണ്ടായാൽ ഇന്ത്യ കടുത്ത രീതിയിൽ പ്രതികരിക്കും എന്ന കാര്യത്തിൽ പാകിസ്ഥാൻ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കരുതിയിരിക്കുന്നു. പാകിസ്ഥാനിലെ പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാന് തലവേദനയാകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.